ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സീസണ് പച്ചമാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാകും കഴിക്കാൻ. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, വീട്ടിലുള്ള 2-3 ചേരുവകൾ മാത്രം മതിയാകും നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം കഴുകിയിട്ട് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ ഇത് ആവശ്യത്തിന് പുളിയും കുറച്ച് മധുരമുള്ള മാങ്ങയാണ്. അങ്ങനെയുള്ള മാങ്ങ വേണം നമ്മളിത് എടുക്കാൻ. അതായത് മാങ്ങ കുറച്ചൊന്ന് പഴുക്കാൻ തുടങ്ങൂലേ, അങ്ങനെയുള്ള ആ ഒരു ടൈപ്പിൽ വേണം നമ്മൾ മാങ്ങ എടുക്കാൻ. അതിതാ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിതിലേക്ക് 2 വറ്റൽമുളകും ഒരു 5-10 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. അതുപോലെ വറ്റൽമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 2 എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങേൻ്റെ ഒക്കെ അളവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ വറ്റൽമുളകും ചെറിയ ഉള്ളി ഒക്കെ നമ്മളൊന്ന് തീയിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക ചെയ്യുന്നത്. കരിഞ്ഞു പോകാണ്ട് നോക്കണേ, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കനലിലൊക്കെ ചുട്ടെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ടാണ് ഒന്ന് ഇതാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കനലിൽ വെച്ചിട്ടൊക്കെ ചുട്ടെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ചുട്ടിട്ട് അത് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് പണിയൊന്നുമില്ല. നമുക്കിനി ഈ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും ഇതുപോലെ കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതക്കിയെടുക്കുക വേണ്ടത്. അപ്പോൾ ഇതുപോലെ കല്ലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ചെറിയ ഉള്ളി ഒന്ന് ചതക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ഒന്ന് ഇതാക്കിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇതുപോലെ ഒന്ന് മതി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വറ്റൽമുളകും അതുപോലെ ഒന്ന് ചതക്കിയെടുക്കണം. അപ്പോൾ ഇത് ചുട്ടത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ചതക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ നിവൃത്തിയിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തായാലും മിക്സിയിൽ നിങ്ങൾക്ക് എന്തായാലും ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ പൾസ് ചെയ്തെടുക്കുക മാത്രമേ പാടുള്ളൂ. അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയി പോകും. അപ്പോൾ ഇതാ വറ്റൽമുളകും നമ്മളൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് ഉള്ളിയിട്ട് ആ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നോക്കിയിട്ട് ചേർത്താൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മാങ്ങ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പാത്രത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ 3 സാധനങ്ങളും കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞെരടി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ മാങ്ങയും അതുപോലെ ഉള്ളിയും ഈ ഒരു മുളകും ഒക്കെ നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടണം. അതുവരെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് മാങ്ങ എന്ന് പറയുമ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു പഴുപ്പുള്ള മധുരവും പുളിയുള്ള മാങ്ങ വേണം നോക്കിയെടുക്കാൻ. ഇതുപോലെ ആയിക്കോട്ടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഉള്ളിയിൽ നിന്നും മാങ്ങയിൽ നിന്നും ഒക്കെ വെള്ളമൊക്കെ നന്നായി ഇങ്ങ് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. നമ്മൾ ആ ഒരു ചെറിയ ഉള്ളിയും മുളകും മാങ്ങയും ഇതുമായിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞെരടിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് അതെല്ലാ ഭാഗത്തൊന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ ടേസ്റ്റോ അതിഗംഭീരമായിട്ടുള്ള ടേസ്റ്റുമാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടൂ. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോറിന് കൂട്ടാൻ കറിയൊന്നും ഇല്ലെങ്കിലും ഇതുപോലൊരു മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലൊരു സൈഡ് ഡിഷ് മാത്രം മതിയാകും. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പഴയകാല നാടൻ റെസിപ്പിയാണെന്ന് പറയാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അധികം അറിയാത്ത റെസിപ്പി ആയിരിക്കും, അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്